ഫുൾ ഓൺ നമുക്ക് വാഹനം ഇറക്കുകയും ചെയ്യാം. 1 ഇയർ വാറണ്ടിയും 1 ഇയർ ബൈബാക്ക് ഗ്യാരണ്ടിയും കൊടുക്കും. 9 വരെ കമ്പനി വാറണ്ടി ഉണ്ട്. 19,000 ഓടിയിട്ടുള്ളൂ. വെറും 8,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2 വീൽ ഡ്രൈവിൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാൻ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ ചേഞ്ച് ചെയ്യാം. സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ല, മാക്സിമം ഫുൾ ഓൺ തന്നെ ബസ്. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. ഒരു 1.5 രൂപ വേണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം. 2 ഫോക്സോയിന്റെ ടൈഗൺ ആണ്. 2 നല്ല അടിപൊളി കളേഴ്സിലുള്ള വണ്ടിയാണ്. ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്, CVT ഓട്ടോമാറ്റിക് ആണ്. ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കും. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ പെരുന്നാളിനൊക്കെ നല്ല SUV-കളൊക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് ലോ കിലോമീറ്റർ ഓടിക്കുന്ന ഒത്തിരി നല്ല വാഹനങ്ങൾ, അത് നമുക്ക് ക്വാളിറ്റി ഗ്യാരണ്ടി എല്ലാം നമുക്ക് അഷ്യൂർ ചെയ്യുന്ന ഒരു കിഡ്ലം ഷോറൂമാണ്. ഇവിടെ നമ്മൾ വെറും 8,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് താറുണ്ട്. അതേപോലെ തന്നെ MGയുടെ എക്ടർ, അത് നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ജീപ്പ് കോമ്പസ്, ആരിയർ, അതേപോലെ തന്നെ നമുക്ക് ടൈഗുണ ഒത്തിരി കളക്ഷൻസ് വരുന്നുണ്ട്. 7 സീറ്റേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഷോറൂമായിട്ടാണ് വന്നിട്ടുള്ളത്. ക്യാപ്സിലാണ്. കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് ജെഫ്നിയാണ്. ജെഫ്നി, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഒരു ക്യാപ്സിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് മീൻചന്ത മിനി ബൈപ്പാസിലാണ്. തിരുവണ്ണൂരാണ് സ്ഥലം പ്ലേസ് വരുന്നത്. ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്താലും മതി, അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ലൊക്കേഷൻ അയച്ചു. അപ്പോൾ നമുക്ക് ഒരു പൊതുവെ നമുക്ക് യൂസ്ഡ് കാറിലൊക്കെ എല്ലാവർക്കും ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഗ്യാരണ്ടി ഒക്കെയാണ്. അപ്പൊ അതിന് നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം എങ്ങനെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മളിവിടെ ക്യാപ്സ് പ്രൊവൈഡ് ചെയ്യുന്ന വേണ്ടി നമ്മളതായിട്ടുള്ള വണ്ടികൾക്ക് പാർക്ക് ആൻഡ് സെയിൽ അല്ലാത്ത വണ്ടികളാണെങ്കിൽ നമ്മളെ വണ്ടിക്ക് 1 ഇയർ വാറണ്ടിയും 1 ഇയർ ബൈബാക്ക് ഗ്യാരണ്ടിയും കൊടുക്കുന്നുണ്ട്. സോ നമുക്കൊരു പുതിയൊരു കാർ എടുക്കുന്ന പോലെ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് വാഹനങ്ങൾ എടുക്കാം. പിന്നെ മിക്ക വാഹനം നമുക്ക് അണ്ടർ കമ്പനി വാറണ്ടിയുള്ള വാഹനങ്ങളാണ്, മോഡൽ കൂടിയ വെഹിക്കിൾസ് ആണ് ഉള്ളത്. സോ നമുക്ക് ലോ കിലോമീറ്റർ വാഹനങ്ങളാണ്, അത്രയും ടെൻഷന് കാര്യങ്ങളൊന്നും വേണ്ട. അത്രയും ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും അങ്ങനെ കമ്പനി വാറണ്ടി ഉണ്ട്. ഇനി അഥവാ ഇല്ലാത്ത വണ്ടികൾക്കായാലും നമ്മളെ വണ്ടി ഏത് വണ്ടികൾക്കായാലും നമ്മൾ 1 ഇയർ കൊടുക്കുന്നുണ്ട്, വാറണ്ടി കൊടുക്കുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത്രയും നമുക്ക് ടെൻഷന് കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്കൊരു ലോ കിലോമീറ്റർ ഒരു താറുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആലപ്പി രജിസ്ട്രേഷനാണ് വരുന്നത്. ഫുൾ ബ്ലാക്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി 2 വീൽ ഡ്രൈവിൽ വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു ഈ വാഹനത്തിൻ്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 മോഡലിൽ 2 വീൽ ഡ്രൈവ് LX ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിളാണ്. സിംഗിൾ ഓൺഷിപ്പിൽ 8,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോളിലും ഓട്ടോമാറ്റിക്. അപ്പോൾ അതാണ് ഇന്ത്യയിലൊക്കെ നോക്കി നമുക്കൊരു പുതിയൊരു വാഹനത്തിൻ്റെ അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയൻ്റ് ആണ്. അത് നമുക്ക് വെറും 8,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2 വീൽ ഡ്രൈവിൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 13,90,000. 13,90,000 ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇതൊരു 2 ലാഖിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം, സുഖമായിട്ട് ഇറക്കാം. അപ്പോൾ ലോ കിലോമീറ്റർ ഒരു വാഹനം നോക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് വരുന്നത്. അടുത്ത് നമ്മൾ 2 കിഡ്ലം SUV-കളാണ്. നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നതും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഫുൾ ഓണിലൊക്കെ ഇറക്കാൻ പറ്റുന്ന 2 MG എക്ടറുകളാണ്. 2 ഫുൾ ബ്ലാക്ക് ആണ് വരുന്നത്. നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡ്ലം ഐറ്റം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 മോഡലിൽ ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിളാണ്. 5 സീറ്റർ ആണ്. ഹെക്ടർ പെട്രോൾ ഓട്ടോമാറ്റിക്കിൽ വെറും 17,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടി. പക്ക ഷോറൂം കണ്ടീഷൻ എന്ന് പറയാം. പുതിയൊരു വാഹനത്തിന് ആ ഫീല് നല്ല സ്പേഷ്യസ് ആണ്. നല്ല ഏറ്റവും ടോപ്പ് എൻഡിൽ നമുക്ക് വെറും 17,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് 2022 മോഡൽ വണ്ടിയില്ല. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 14,25,000. 14,25,000 ചെറിയൊരു പ്രൈസിന് നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാൻ ട്രാക്കിന് ഫുൾ ഓൺ ഒക്കെ ചെയ്യാലോ അല്ലേ? മാക്സിമം ലോൺ മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം. പിന്നെ വീണ്ടും നമുക്ക് ഒരു MG തന്നെയാണ്, അതും ഫുൾ ബ്ലാക്ക് തന്നെ വരുന്നത്. ഇത് ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? എനിക്ക് തോന്നുന്നു ഫുൾ ഓൺ തന്നെ പാസ്സാവുന്ന വെഹിക്കിളാണ്. 2020 മോഡലാണ്. ഇത് ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത്? അതെ, ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. 36,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. പെട്രോളിലും ഓട്ടോമാറ്റിക്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 11,25,000. 11,25,000 ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാൻ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ ചേഞ്ച് ചെയ്യാം. സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ല. ഡോൾട്ടൂണിൽ വരുന്നൊരു US ബ്രാൻഡ് വരുന്ന ജീപ്പ് കോമ്പസ് നമുക്ക് ലിമിറ്റഡ് പ്ലസ് ആണോ വരുന്നത്? ഇത് അല്ല, ലിമിറ്റഡ് അല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 മോഡലില് ഡീസൽ മാനുവൽ ആണ്. ലിമിറ്റഡ് ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. അപ്പോൾ ഡീസലാണ്. സോ നല്ല പെർഫോമൻസ്, മൈലേജ്, അതേപോലെ തന്നെ നമുക്കൊരു ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഒക്കെ വരുന്നൊരു വാഹനമാണ്. ഡോൾട്ടൂണിൽ ലിമിറ്റഡിൽ 360 ക്യാമറ കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 10,70,000. അപ്പോൾ ഒരു 10 ലക്ഷം ബഡ്ജറ്റിൽ ഒരു വാഹനം ഒരു SUV നോക്കുന്നവർക്ക് ഡീസലിൽ അത് നമുക്ക് നല്ലൊരു ബെസ്റ്റ് പ്രൈസിനും ഉണ്ടാവും. മാക്സിമം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഇത് മാക്സിമം ഫുൾ ഓൺ തന്നെ ബസ്. ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി. അടുത്ത നമുക്കൊരു കിഡ്ലം വാഹനമാണ്. ആരിയർ ആണ്. അതും ഡോൾട്ടൂണിൽ ഏറ്റവും ടോപ്പ് എൻഡിൽ പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡ്ലം ഐറ്റം ആണ്.
എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2021 മോഡൽ XZ A+ ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിൾ ആണ്. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പിനാണ് വരുന്നത്. 40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലിൽ ഓട്ടോമാറ്റിക്. ഡീസലാണ്, ഓട്ടോമാറ്റിക് ആണ്, ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. സോ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ അതേപോലെ പെർഫോമൻസ് മൈലേജ് എല്ലാം കൺസിഡർ ചെയ്യുന്നവർക്ക് നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു Harrier ആണ്. അത് ലോ കിലോമീറ്റർ വണ്ടിയില്ല. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 14,90,000. 14,90,000 ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകും ചെയ്യാം. ഡീസൽ ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ഇല്ല. രണ്ട് ഫോക്സോയിന്റെ ടൈഗൺ ആണ്. രണ്ട് നല്ല അടിപൊളി കളേഴ്സിലുള്ള വണ്ടിയാണ്. അത് നമുക്ക് ഏറ്റവും ടോപ്പ് എൻഡിൽ സൺറൂഫ് എല്ലാം വരുന്ന ഒരു വാഹനം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാണ് റെഡ് ഫിനിഷിംഗിൽ ഒരു വാഹനം. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 മോഡൽ ലോ കിലോമീറ്റർ ആണ്. വെറും 19,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടോപ്പ് ലൈൻ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. സിംഗിൾ ഓൺഷിപ്പ്. സിംഗിൾ ഓൺഷിപ്പിൽ ഏറ്റവും ടോപ്പ് എൻഡിൽ വെറും 19,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം. അത് നമുക്ക് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത്. സോ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന നല്ല ഫീച്ചേഴ്സും നല്ല കംഫർട്ടും ബോഡി വെയിറ്റും ഒക്കെ വരുന്ന വാഹനമാണ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 13,90,000. 13,90,000. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു 90-95% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ 2028 വരെ വാറണ്ടി അവൈലബിൾ. അപ്പോൾ നമുക്ക് 28 വരെ 29 വരെ 29 വരെ കമ്പനി വാറണ്ടി ഉണ്ട്. 19,000 ഓടിയിട്ടുള്ളൂ. അപ്പോൾ അതും ഓട്ടോമാറ്റിക്കലി സൺറൂഫ് ഒക്കെ അടക്കം വരുന്ന ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ഇല്ല. അത് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസ് പറഞ്ഞു. സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ലാസ്റ്റ് സർവീസ് ഇത് അടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ? ഇത് 13,90,000 ആണ് പ്രൈസ്. ചെറിയ രീതിയിലേക്ക് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ട്രാക്ക് കണ്ടി ഒരു രൂപയ്ക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കും ചെയ്യാലോ. ഞാൻ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത്. ഒരു അടിപൊളി കളർ വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 മോഡൽ സെയിം പെട്രോൾ ഓട്ടോമാറ്റിക്കിനാണ് വരുന്നത്. 42,000 കിലോമീറ്റർ. 42 സംതിങ് അല്ലേ? ഇതും നമുക്ക് സെയിം ഓപ്ഷനാണ്. ഇയറും കിലോമീറ്റർ മാത്രമാണ് മാറ്റമുള്ളത്. ഇന്ത്യയിലൊക്കെ അതേപോലെ തന്നെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിളാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. സോ നമുക്ക് പെർഫോമൻസ്, ബോഡി ക്വാളിറ്റി, അതേപോലെ തന്നെ അത്യാവശ്യം മൈലേജും അതേപോലെ ടയേഴ്സ് കാര്യങ്ങളും നല്ല ഫീച്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. എത്ര ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് 12,90,000. 12,90,000 ഒന്നുകൂടെ നമുക്ക് മറ്റു വാഹനത്തോട് ഒന്നുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. സോ നമുക്ക് ഏകദേശം ഒരു 1,00,000 രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി അതേപോലെ തന്നെ വാറണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്ന രണ്ട് വാഹനങ്ങളാണ്. അതും ഈ ഒരു വാഹനം നമുക്ക് പക്ക ലോ കിലോമീറ്റർ ആണ്. ഇത് ഡിപ്പെൻസ് നോക്കുമ്പോൾ 50,000 താഴെ മാത്രമാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. രണ്ട് വാഹനം നമുക്ക് ഏകദേശം 1 lakh ഡൗൺ പേയ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ട്രാക്കിന് സുഖമായിട്ട് വണ്ടി ഇറക്കും ചെയ്യാം. നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു 7 സീറ്റർ വാഹനമാണ്. കിയയുടെ ക്യാരൻസ് അതും വൈറ്റ് ഫിനിഷിങ്ങിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ, അതേപോലെ നമുക്ക് അത്രയും ഹൈ ക്വാളിറ്റി അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റം. എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2022 മോഡൽ 23 രജിസ്ട്രേഷൻ വരുന്നുണ്ട്. 23,000 കിലോമീറ്റർ ആണ് ഓടിയത്. സിംഗിൾ ഓണർഷിപ്പിൽ പ്രസ്റ്റീജ് ആണ്. പെട്രോളിൽ IMT ആണ്. സോ നമുക്ക് ലേഡീസിനൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. കാരണം നമുക്ക് ക്ലച്ച്ലെസ് ആയിട്ട് ഓട്ടോമാറ്റിക് വാഹനം യൂസ് ചെയ്യുന്ന പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതും വെറും 20 സംതിങ് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 7 സീറ്റർ വാഹനം. അതും 2022 മോഡൽ വണ്ടി. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 11,35,000. 11,35,000 7 സീറ്ററിന്റെ പ്രൈസ് ആണ്. മാക്സിമം കുറച്ചുണ്ട്. അത്യാവശ്യം നമുക്ക് ടച്ച് സ്ക്രീന് കാര്യങ്ങൾ, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, അതേപോലെ തന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ എല്ലാം നമുക്ക് കമ്പനി ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്ന ഒരു വാഹനമാണ്. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനത്തിന്? നമുക്ക് മാക്സിമം ലോൺ തന്നെ കിട്ടും. മാക്സിമം ട്രാക്കിന് ഫുൾ ലോൺ നമുക്ക് വാഹനം ഇറക്കും ചെയ്യാം. അടുത്ത് നമുക്ക് 2 കിടിലൻ സെൽറ്റോസുകളാണ് വരുന്നത്. ഇത് ഓട്ടോമാറ്റിക് ആണ്. അതിൽ റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഫസ്റ്റ് തന്നെ റെഡ് ഫിനിഷിംഗ് ആണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 മോഡലിൽ ഡീസൽ ഓട്ടോമാറ്റിക്കിലാണ്. HTK ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ് 40,000 കിലോമീറ്റർ. ചെറിയ കിലോമീറ്റർ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു വാഹനം വരുന്നത്. സോ നല്ല കംഫർട്ട്, മൈലേജ്, ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ലൊരു SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. വെറും 40,000 കിലോമീറ്റർ. മോഡൽ പറഞ്ഞത് 2021 മോഡൽ അല്ല? സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് വരുന്നത്. സിംഗിൾ ഓൺഷിപ്പ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 13,35,000. 13,35,000 ഒരു ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടും. അത് നമുക്ക് ഫുൾ ഓൺ ഒക്കെ ചെയ്തു. മാക്സിമം ലോൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡീസൽ ഓട്ടോമാറ്റിക്. ഇതിൻ്റെ ഒരു വൈറ്റ് ഫിനിഷിംഗ് ആണ്. ഇതിൽ നമുക്ക് സൺറൂഫ് വരുന്നുണ്ട്, കമ്പനി അലോയ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ 2 വാഹനത്തിൽ നമുക്ക് ന്യൂ എംബ്ലം കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡലാണ് വരുന്നത് അല്ല? അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പ്രൊജക്ടർ ലാംസ്, അതേപോലെ തന്നെ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, കമ്പനി ഇൻബിൽട്ട് ആയിട്ട് 9 ടച്ച് സ്ക്രീന്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്,
അതേപോലെ തന്നെ ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ ആണ്. കിലോമീറ്റർ എത്രയായിരുന്നു വരുന്നത്? ഇത് കിലോമീറ്റർ വന്നിട്ട് 31,000 കിലോമീറ്റർ 2022 മോഡലിലാണ് വരുന്നത്. 2022 സിംഗിൾ ഓൺഷിപ്പ്, അത് 32,000 കിലോമീറ്ററിൽ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന നല്ല ഹൈ ക്വാളിറ്റി, നമുക്ക് അത്രയും ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരു കിഡിൽ ഐറ്റം ആണ്. എത്രയാണ് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 12,35,000. 12.35 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 1.5 വേണ്ടി ഇറക്കാൻ പറ്റും. 1.5 രൂപ വേണമെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു വാഹനം ഇറക്കാം കേട്ടോ. അടുത്ത നമുക്കൊരു ഫുൾ ബ്ലാക്കിൽ, അതായത് ഡാർക്ക് എഡിഷനിലെ നെക്സോൺ ആണ്. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത് ഇതിൻ്റെ ഏറ്റവും ഹൈ എൻഡ് വേരിയൻ്റ് ആണ്. സ്പെഷ്യൽ എഡിഷൻ ആണ്, ഡാർക്ക് എഡിഷൻ ആണ് വരുന്നത്. സോ നമുക്കൊരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്രൊജക്ടർ ലാംപ്സ്, കമ്പനി അലോയ്സ്, അതേപോലെ തന്നെ നമുക്കിതിന് കമ്പനി ഇത് ഓട്ടോമാറ്റിക് കൂടിയാണ്. കൂടാതെ നമുക്ക് ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, ഹെർമൻ്റെ മ്യൂസിക് സിസ്റ്റം എല്ലാം വരുന്നൊരു ഡീസലാണ്. ഇത് പെട്രോൾ ആണോ പിന്നെ അതോ ഡീസലാണോ വരുന്നത്? പെട്രോളിൽ ഓട്ടോമാറ്റിക്. പെട്രോളിൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പോൾ നല്ല കംഫർട്ടും അതേപോലെ സേഫ്റ്റിയുടെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് ഒക്കെ വരുന്ന ഒരു കിട്ടുന്ന ഐറ്റം ആണ് വരുന്നത്. ഇത് ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2023 മോഡൽ XZ A+ ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ജസ്റ്റ് ലോ കിലോമീറ്റർ ആണ്. 11,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. പെട്രോൾ തീരെ ഓടിയിട്ടില്ലെന്ന് പറയാം. വെറും 11,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനം, അതും 2023 മോഡൽ. 23 മോഡൽ സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 9,35,000. 9.35. ഒരു ബെസ്റ്റ് പ്രൈസിനും ഉണ്ടാവും. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് വെറും 11,000. ഓൾമോസ്റ്റ് കാണിക്കുന്നൊക്കെ നമുക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊടുക്കാൻ പറ്റുകയാണ്. അതായത് നമ്മളൊരു ഓഫർ പ്രൈസ് പോലെ പറയുന്ന ഒരു വെഹിക്കിൾസ് ആണല്ലോ. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് പെരുന്നാളിനൊക്കെ വാഹനം നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കാം. മാക്സിമം നമുക്ക് ലാസ്റ്റ് പ്രൈസുകളാണ് പറയുന്നത്. അത് നമ്മൾ ട്രാക്ക് ഒക്കെ ഇത് 1 രൂപയ്ക്ക് ഇറക്കി കൊടുക്കും. അടുത്തൊരു കിട്ടുള്ള SUV ആണ്, റെനോ ഡസ്റ്റർ. വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2018 മോഡൽ 19 രജിസ്ട്രേഷനിൽ RXS ആണ്. CVT ഓട്ടോമാറ്റിക് ആണ് വെഹിക്കിൾ വരുന്നത്. ലോ കിലോമീറ്റർ ആണ്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ്. അപ്പോൾ ഇതിന്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ ഇവിടുത്തെ മിക്ക വാഹനം നമുക്ക് ലോ കിലോമീറ്ററുകളാണ്. ഇത് വെറും 23,000 മാത്രം ഓടിയിട്ടുള്ള CVT ഓട്ടോമാറ്റിക്കലി 2018 മാനുഫാക്ചറിങ്ങും 19 രജിസ്ട്രേഷൻ വരുന്ന ഒരു അടിപൊളി വാഹനമാണ്. ഓൺഷിപ്പ് സിംഗിൾ ആണോ വരുന്നത്? സിംഗിൾ ഓൺഷിപ്പ്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? 5,90,000. അപ്പോൾ അതാണ് വെറും 5,90,000 CVT ഓട്ടോമാറ്റിക്കല് ലോ കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന ഒരു അടിപൊളി വാഹനം അല്ല? ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ഒക്കെ ചെയ്തുകൂടെ ഈ വാഹനം? ഇത് ഫുൾ ഓൺ കിട്ടുന്ന വെഹിക്കിളാണ്. അതായത് നമുക്ക് ഇതാണ് ഈ ഒരു വാഹനം. നമുക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റ് ആണ്. CVT ഓട്ടോമാറ്റിക് ആണ്. ട്രാക്ക് ഉണ്ടെങ്കിൽ 0 ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കും. നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ വാഹനം ഇല്ല എന്നുള്ള സങ്കടം വേണം. നമ്മൾ ഏറ്റവും ജനപ്രിയ മോഡലായ സ്വിഫ്റ്റിന്റെ ഏറ്റവും ഹൈക്കണിക് കളറായ ബ്ലൂയിഷിൽ 84 2021 മോഡൽ വണ്ടി അല്ലേ? ഇത് മാനുവൽ ആണോ അതോ ഓട്ടോമാറ്റിക് ആണോ വരുന്നത്? ഇത് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡൽ വണ്ടിയാണ്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് വരുന്നത് 2021 മോഡൽ സിംഗിൾ ഓൺഷിപ്പിൽ പെട്രോൾ ഓട്ടോമാറ്റിക് 56,000 കിലോമീറ്റർ ആണ് ഓടിയത്. VXA ആണ് ഓപ്ഷൻ വരുന്നത്. അത് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് അല്ലേ? എത്ര ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 6,40,000. 6,40 ആണ്. ഏകദേശം ഒരു 10-40 രൂപ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. ഓട്ടോമാറ്റിക്. അപ്പോൾ ചെറിയ കിലോമീറ്ററിൽ ചെറിയൊരു ബഡ്ജറ്റ് വാഹനം നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇത് നമുക്ക് ഏറ്റവും ന്യൂ ഫേസിൽ വരുന്നൊരു കിയ സെൽറ്റോസ് ആണ്. അതും ഫുൾ ബ്ലാക്കിൽ പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിഡില ഐറ്റം. കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആണ് വരുന്നത്. സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു അപ് ടു 90-95% ടയേഴ്സ് കാര്യങ്ങൾ, കമ്പനി അലോയ്സ്, സൈഡ് സ്കേട്ടിങ് കാര്യങ്ങൾ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്നൊരു വാഹനമാണ്. ഇത് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. അത്ര നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2024 മോഡൽ HTX IVT ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത്. കിലോമീറ്റർ വന്നിട്ട് 12,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഇത്തവണ നമുക്ക് എല്ലാം നമുക്ക് 12,000 13,000 അങ്ങനത്തെ കുറേയൊക്കെ തന്നെ 20,000 താഴോട്ടുള്ള റേറ്റ് കിലോമീറ്റർ വരുന്ന വണ്ടി 15,000 താഴെ തന്നെ പറയാം അല്ലേ? മിക്ക വാഹനങ്ങളും 15,000 താഴെ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള 2024 സെൽറ്റോസ്, അത് ഓട്ടോമാറ്റിക്. എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് 16,75,000. 16,75. മാക്സിമം ഒരു 1.5 രൂപ വേണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. ഇനി അടുത്ത തന്നെ നമ്മളൊരു 7 സീറ്റർ ആണ്. ഹുണ്ടായുടെ അൽക്കസാർ ആണ്. അത് നമുക്ക് നല്ല അടിപൊളി ഫാൻസി നമ്പർ കാര്യങ്ങൾ വിത്ത് പനോരമിക് സൺറൂഫ് എല്ലാം വരുന്നൊരു കിടലൻ ഐറ്റം ആണ്. അതും ബ്ലാക്കിൽ ഒരു 7 സീറ്റർ. ഇത് എങ്ങനെയായിരുന്നു? ഡീസലാണോ? 2022 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിൾ. സിഗ്നേച്ചർ ഓപ്ഷണൽ ആണ്. കിലോമീറ്റർ വന്നിട്ട് 42,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. 42,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിൽ കമ്പനിയിൽ ഈ ഒരു പനോരമിക് സൺറൂഫ് ഡീസൽ വേരിയൻറ്റിൽ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല. കമ്പനി പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക് വേണം
7 സീറ്റർ വേണം. കൂടെ തന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി പല സൺറൂഫ് ഒക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. അതും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ഒരു 7 സീറ്റർ അൽക്കസാർ. പ്രൈസ് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? ഇത് 17 ലക്ഷം. 17 ലക്ഷം. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 2.5 വണ്ടി ഇറക്കാൻ പറ്റും. അത് നമുക്കൊരു മാരുതി സുസുക്കി വിറ്റാര ബ്രെസ. അതൊരു ബ്ലൂ കളർ, അടിപൊളി കളറാണ് വരുന്നത്. SKL 14 കാസർഗോഡ് രജിസ്ട്രേഷന്, പ്രൊജക്ടർ ലംസ്, ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, കമ്പനി അലോയ്സ്, ഒരു 90-95% തന്നെ നമുക്ക് പക്ക ന്യൂ ടയേഴ്സ് തന്നെ പറയാം. 4 ഫുൾ കട്ട ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2020 മോഡലാണ്. VXA ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ആകെ 36,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടേ ഉള്ളൂ. പെട്രോളിൽ മാനുവൽ. എത്ര വാഹനത്തിന് ചോദിക്കുന്ന റേറ്റ് 7,25,000. ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സിവി ഉണ്ടാകാം. അത് അത്യാവശ്യം നമുക്ക് മോഡൽ കൂടിയതാണ്. ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ്. ഏകദേശം ഒരു 10,000 രൂപയ്ക്ക് വേണ്ടി ഇറക്കും ചെയ്യാം. ഇതേ സെഗ്മെന്റ് തന്നെ നമുക്ക് ഒരു ബ്രസ കൂടി വന്നിട്ടുണ്ട്. പെട്രോളിൽ ഓട്ടോമാറ്റിക് ആണ്. 2021 മോഡലാണ് വരുന്നത്. 39,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. VXA ആണ് ഓപ്ഷൻ വരുന്നത്. നമ്മൾ റേറ്റ് ചോദിക്കുന്നത് 8,90,000. അപ്പോൾ ഇതേ സെഗ്മെന്റിൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂ കളർ ആണെങ്കിൽ അത് റെഡ് കളറിൽ നമുക്ക് വണ്ടി ഉണ്ട്. അത് നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റ് തന്നെ വണ്ടി ഇറക്കും ചെയ്യാം. വീണ്ടും നമുക്കൊരു ടൈഗൺ ആണ്. നേരത്തെ നമ്മൾ 2 ടൈഗണുകൾ പരിചയപ്പെട്ടിരുന്നു. എഗെയിൻ വീണ്ടും റെഡ് ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2023 മോഡല് പെട്രോൾ മാനുവൽ ആണ്. കംഫർട്ട് ലൈൻ ആണ് ഓപ്ഷൻ വരുന്നത്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ് വരുന്നത്. ജസ്റ്റ് 27,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ വണ്ടിയാണ്. അതെ, എറണാകുളം രജിസ്ട്രേഷൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു സേഫ്റ്റി, കംഫർട്ട്, പെർഫോമൻസ് ഒക്കെ ബേസ് ചെയ്ത് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? 8,45,000. 8,45. ഒരു ചെറിയൊരു ഹാച്ച് ബാഗിന്റെ പ്രൈസിന് വാഹനം കൊണ്ടുപോകാം. മാക്സിമം ഒരു 10,000 രൂപ വണ്ടി ഇറക്കും ചെയ്യാലോ. അടുത്ത് വീണ്ടും നമുക്ക് ന്യൂ ഫേസിൽ വരുന്ന ഒരു കിടൻ സെൽട്ടോസ് ആണ്. അത് നമുക്ക് കോട്ടയം രജിസ്ട്രേഷന്, നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം എല്ലാം വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2024 മോഡലിൽ HTK ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർ ആണ്. 37,000 കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുണ്ട്. ഡീസൽ മാനുവൽ ആണ്. സോ നല്ല മൈലേജ്, കംഫർട്ട് ഒക്കെ നോക്കുന്നവർക്ക് ഇതാണ് നല്ലൊരു അടിപൊളി വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ ഒരു വാഹനം? ഇത് 13,75,000 കൊടുക്കാം. 13,75,000 2024 മോഡലിൽ ഡീസൽ മാനുവൽ വെറും 37,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു വാഹനമാണ്. സോ മൈലേജ്, കംഫർട്ട് ഒക്കെ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു സെൽട്ടോസ് നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ. ഏകദേശം ഒരു 1.5 രൂപ വണ്ടി ഇറക്കും ചെയ്യാലോ. എങ്ങനെ ഫ്രണ്ട്സ്, നമ്മളെന്നുണ്ടായിരുന്ന ക്യാപ്സിലാണ്. പെരുന്നാളിൻ്റെ ഗംഭീരമായ കളക്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് നമുക്ക് ഗ്യാരണ്ടിയിലാണ്. നമുക്ക് ലോ കിലോമീറ്റർ ആയിട്ടുള്ള കമ്പനി വാറണ്ടിയിലുള്ള ഒത്തിരി വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഈ ഒരു പെരുന്നാളിനൊക്കെ വേണ്ടി വാഹനം നോക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോറൂമാണ്. കാരണം നമുക്ക് അത്രയും ക്വാളിറ്റി ഗ്യാരണ്ടിയുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നൊരു വീഡിയോ കാണാം. റിയാസ് ആൻഡ് ജഫ്ന സൈനിങ് ഓഫ്.